ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് 2-3 മിനിറ്റിനകം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിക്കറി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഞാനിത് കടയിൽ നിന്നും വാങ്ങുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ വാങ്ങുന്ന ടൈപ്പിലുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഒന്നുകൂടി ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഒരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് തേങ്ങ മാത്രം മതി. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ട നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. മുട്ട ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ഇനിയും വെള്ളം ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് നല്ല ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ മോരും വെള്ളമൊക്കെ തയ്യാറാക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ലൂസായിട്ട് വേണം നമ്മുടെ മാവ് കിട്ടാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കി എടുത്തേക്കുന്നത്. നല്ല ലൂസായിട്ട് നമ്മുടെ മോരിൻ വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് തയ്യാറാക്കേണ്ടത്. ടൈറ്റായിട്ട് നമ്മുടെ മാവ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല രീതിയിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. മൊത്തം 2.5 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ തവണ ഇത് ഉണ്ടാക്കി കഴിയുന്തോറും മാവ് കുറേശ്ശെ ടൈറ്റായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം, മാവ് കട്ടിയായി വരുന്നതിനനുസരിച്ച്. അപ്പോൾ ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിക്കറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടത് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്കൊരു 8-10 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് വാടി വന്നാൽ മാത്രം മതി. ആ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത്. അതും കൂടി ചേർക്കുക. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിത് അടച്ചൊന്നും വെച്ച് കുക്ക് ചെയ്യുന്നില്ല, തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ മാറി വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ആയാലും അത് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ചെറിയ ഉള്ളി വെച്ച് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മാത്രമേ നമ്മൾ മസാലകൾ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക്
ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ദാണ്ട പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കാൻ പാടില്ല. പുളിക്ക് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. വാളൻപുളി കുറച്ച് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ വാളൻപുളിയുടെ ജ്യൂസ് ചേർക്കുമ്പോഴേ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തക്കാളി ചേർക്കുന്നതിനേക്കാട്ടിലെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ കുറുകി തിക്കായിട്ട് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് പുളി മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ കുറച്ചുകൂടി പുളി നമുക്ക് ചേർത്തെടുക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. നമുക്കിത് ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇഡലിയുടെ കൂടെ, നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ദോശ ചുടാനായിട്ടുള്ള തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തവ ചൂടായ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഇതേ രീതിയിൽ നല്ല രീതിയിൽ ലൂസായിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമായിരിക്കണം നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തോടു കൂടിയാണ് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. മാവ് മാത്രം കോരി ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മാവ് ലൂസാക്കിക്കൊണ്ടിരിക്കണം. ഇതേ രീതിയിൽ ഇവിടെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നെറ്റ് പോലെ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ചെറിയ രീതിയിൽ ഇതൊന്ന് വെന്ത് വരുമ്പം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ എണ്ണയൊന്ന് തൂവി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും വരത്തില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. അപ്പോൾ അതാണ്ട് ഇത് ചെറിയ രീതിയിൽ ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരാനായി നമുക്ക് ഈ തവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് കേട്ടോ. ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ട് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഈ തവ ഇച്ചിരി വലുതായതുകൊണ്ട് നമ്മുടെ ദോശയെ നല്ലതുപോലെ വലുപ്പത്തിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് ഈ ചട്ടുകത്തിൽ ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് താണ്ട അടുത്തതും കൂടി ഞാൻ ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് നല്ലതുപോലെ ചൂടായ തവയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവൂ. ചൂടാവാത്ത തവയിൽ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ബബിൾസും ഹോൾസും ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തവ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 2-3 ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഞാൻ ദാണ്ട ഇതേ രീതിയിൽ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുകയാണ്. നമുക്കിത് ചൂടായതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കേട്ടോ. കുറച്ച് തണുത്ത് കഴിയുമ്പോഴേ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതാ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ മാവ് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സ്പെഷ്യൽ ദോശ, അല്ലെങ്കിൽ നമുക്കിതിനെ നെറ്റ് ദോശ എന്നൊക്കെ വിളിക്കാം കേട്ടോ. നെറ്റ് പോലെ ഇരിക്കുകയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, തണുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാം. ഇത് മുറിഞ്ഞൊന്നും പോവുകയില്ല. നമ്മളത് ചൂടോട് കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു ചട്ടുകത്തിൽ കോരി എടുക്കാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മൾ എത്ര എണ്ണം കഴിക്കുമെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റും അതുപോലെ അത്രയ്ക്ക് സോഫ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.